വന്ന 5 പേരുടെ പോലെ അത്ര ചീപ്പോ നട്ടല്ലില്ലാത്തവനും അല്ല. അനീഷേട്ടന്റെ ടാർഗറ്റ് അപ്പൊ വയൽ കാച്ചാ. ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. പേടിക്കണ്ട, പേഴ്സണൽ ലൈഫ് ഞങ്ങൾ ഇവിടെ കുത്തിപ്പോക്കൂല. ഇന്നത്തെ ബിഗ് ബോസ് കണ്ടപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മസ്താനിയുടെ തലയ്ക്ക് ആദ്യ താണി ഇന്ന് അനീഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മറ്റേ അകത്തുള്ള ടീംമേറ്റ്സിന്റെ അവരെ ബലഹീനത എന്താണ്, പുറത്തുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ട് അവരെ അതിന്റെ രേണു സുധീനെ ആദ്യം സുധിയുടെ പേര് പറഞ്ഞിട്ട് ഒരുമാതിരി അവഹേളിച്ച് സംസാരിച്ചത് അതൊരു ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് ഈ പറഞ്ഞ അനീഷിന് അല്ലെ അനുമോള ഇവരൊക്കെ ഇളക്കി വിട്ടുകൊടുത്ത് പേഴ്സണൽ ലൈഫിന് അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് നടത്തുന്ന ഒരു പരിപാടി അത് എനിക്ക് വലിയ സുഖം തോന്നിയില്ല. പക്ഷെ ഇന്ന് ബിഗ് ബോസ് അത് കറക്റ്റ് ഓപ്പൺ അപ്പ് ആയി കാണിക്കുകയും ചെയ്ത് അതേപോലെ തന്നെ അനീഷ് ആദ്യത്തെ ആണിയെടുത്ത് മസ്താനിയുടെ നെറ്റിക്കിട്ട് അടിച്ചുറപ്പിച്ച് എന്നിട്ട് അവസാനമായപ്പോൾ റെന ഫാത്തിമ ഒരു കുഴിയും കൂടെ കുഴിക്കകത്ത് മസ്താനിയെ കുഴിച്ചു മൂടുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് കാണാൻ പറ്റി. പിന്നെ മസ്താനി അനിമോളും കൂടെ ലാസ്റ്റ് വന്നിരുന്ന് കരയണമെന്ന് വെച്ചാൽ ഒരു ദുരന്തത്തിന്റെ അടുത്ത് മറ്റൊരു ദുരന്തം വന്നിരുന്ന് കരയണ കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ 2 അളിയന്മാർ അതിനകത്ത് ഇങ്ങനെ വളരണതായിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡൗട്ട് പക്ഷെ ഇന്ന് കണ്ടപ്പം ഉറപ്പായി. അതായത് നമ്മുടെ ഷാനവാസും ജിഷിനും ഇവർ രണ്ടുപേരും സീരിയൽ ഫീൽഡിലാണ്, അളിയന്മാരെന്ന് വെച്ചാൽ ബന്ധത്തിൽ അളിയന്മാരല്ല, കൂട്ടുകാർ ആണ്. അപ്പം രാവിലെ ലക്ഷ്മി ജിഷിനും കൂടെ തമ്മിൽ ഒരു കരിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ. അപ്പം അത് വെച്ചിട്ട് ഈ ലക്ഷ്മി കുറെ ജിഷിനായിട്ടൊക്കെ വഴക്കുണ്ടാക്കി. അപ്പൊ അത് ടാർഗറ്റ് ചെയ്ത് കുറെ കഴിഞ്ഞ് ആവശ്യമില്ലാത്ത 2 ചപ്പാത്തിയെ കിട്ടിയോളൂ എന്നും പറഞ്ഞിട്ട് ഷാനവാസ് വന്ന് ഭയങ്കരമായിട്ട് ലക്ഷ്മി ഷൗട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ ഈ പണിപ്പുര ടാസ്ക് വന്ന സമയത്ത് ഷാനവാസ് ജിഷിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റേ പ്രവീണിനെ പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവരുടെ ഒരു അളിയൻ ഒരു ബന്ധം അതിനകത്ത് കാണുന്നുണ്ട്, മനസ്സിലായ. ലാസ്റ്റൊക്കെ ഈ ജിഷിനൊക്കെ എന്തിനാണ് ഇത്രയും കടന്ന് ബഹളം വെച്ച് ലക്ഷ്മിയുടെ അടുത്തൊക്കെ ഇത്ര കടന്ന് ചൂടായി സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലെ ബന്ധം ഇങ്ങനെ തന്നെയുണ്ട്. പിന്നെ ലാസ്റ്റൊക്കെ മറ്റേ വികാരമായിട്ടുള്ള രീതിയിലാണ് തീർന്നത്. നമ്മൾ ഷാനവാസ് വന്നിരുന്ന് കരഞ്ഞ് അക്ബറും വന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് കരയണ കാഴ്ച കണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ ഇവര് നല്ല ഒരു ബന്ധം അതിനകത്ത് ഉണ്ട്. പക്ഷെ ഇവര് തമ്മിൽ ചില സമയത്ത് നമ്മൾ കൂട്ടുകാരന്മാർ തമ്മിൽ കിടന്നിട്ട് ഒരസൂല ആ ഒരു പരിപാടി. പിന്നെ നെവിന് അണഞ്ഞു കേട്ടാ, അണഞ്ഞെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അണഞ്ഞ്. നെവിൻ ഇത്രയും ദിവസം കിടന്ന് കാണിച്ചത് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നെവിൻ അണഞ്ഞ് ഇതിനേക്കാളും നല്ലത് ആ തുറന്ന് പോയ സമയത്ത് അതുവഴി പോകുന്നതായിരുന്നു എന്ന് തോന്നുന്നത്. ഇപ്പൊ അണഞ്ഞ രീതിയിലാണ്. പിന്നെ നിൽക്കണ പൈസ കിട്ടും, അത്രയും സംഭവമാണ്. ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട്